ഇപ്പോഴാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ശരിക്ക് തിരിച്ചറിവുണ്ടായി തുടങ്ങിയത്. വളരെയധികം സന്തോഷമുണ്ട് അത്തരം പ്രതികരണങ്ങൾ UDF സംവിധാനത്തിൽ നിന്ന് വരുന്നതിന്. ഇപ്പോൾ മഞ്ചേശ്വരത്തെ UDFന്റെ സ്ഥാനാർത്ഥിയോട് SDP വോട്ടുകൾ വേണമെന്ന് പച്ചക്ക് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്താ, എല്ലാവരുടെയും വോട്ട് വേണം. VD സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് എനിക്കറിയില്ല. PMA സലാം എന്ന് പറയുന്ന ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് VD സതീശന്റെ നിലപാടിനെ, BJP ഡീലിനെ കൃത്യമായി UDF സംവിധാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടൂരിന്റെ മുൻകഴിഞ്ഞ MLA ഇപ്പോൾ മത്സരിക്കുന്ന AP അനിൽകുമാർ, അദ്ദേഹം കൃത്യമായി പറഞ്ഞു എല്ലാവരുടെയും വോട്ട് വേണം. അത് തുറന്ന് ഈ സാഹചര്യത്തിൽ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ VD സതീശന്റെ ഉള്ളുകള്ളി തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. SDP എന്ന് പറയുന്ന പാർട്ടി മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ വളരെയധികം എതിർപ്പുകളും മറ്റു രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവിടെ BJP വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് പകരം SDP നിലപാടുകളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിന് പകരം എന്താണ് VD സതീശൻ ചെയ്തത്? അവിടെ SDP വോട്ട് വേണ്ട എന്ന് പറയാൻ. ഇതാരെ ജയിപ്പിക്കാനാണ്? ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ചോദ്യമാണ്. ഇവിടെ SDP സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച, മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച പല ആളുകളോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇതേ ചോദ്യമാണ്. എന്താണ് VD സതീശൻ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. ഇപ്പോൾ UDFന്റെ നേതൃത്വങ്ങൾ, അവിടുത്തെ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥികൾ അവരിത് തിരിച്ചറിയുന്നുണ്ട്. അവരതിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതായത് VD സതീശൻ ഇന്നോ ഇന്നലെയോ BJPയുമായി ഡീലുണ്ടാക്കൽ തുടങ്ങിയതല്ല. അയാളിൽ നിന്നുള്ള പല ഇന്റർവ്യൂകളിലും RSSന്റെ ഏറ്റവും വലിയൊരു ഫാനായി നിന്നുകൊണ്ടാണ് RSSന്റെ സൈദ്ധാന്തികന്മാരുടെ എഴുത്തും അതൊക്കെ അദ്ദേഹം പറഞ്ഞ, നമ്മൾ ഉണ്ടാക്കി പറഞ്ഞല്ലോ, ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. അതിൽ അദ്ദേഹത്തിന്റെ ആകർഷണീയതയും നോക്കൂ. മുനമ്പം വഖഫുമായി ബന്ധപ്പെട്ട് അന്ന് ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തോട് പ്രത്യേകിച്ച് ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ സംസാരിച്ചതിൽ അന്ന് ഇങ്ങനെ SDP തള്ളുമെന്നോ SDP വോട്ട് വേണ്ട എന്നോ VD സതീശൻ പറയുമെന്നൊന്നും അറിയില്ല. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോൾ VD സതീശന്റെ നിലപാടുകളെ കൃത്യമായി അവിടുത്തെ ജനങ്ങൾ പറയുന്നത് കേട്ടാൽ കൃത്യവും വ്യക്തവുമായി സംഘപരിവാറിന്റെ അതേ മനോഭാവത്തിൽ അദ്ദേഹം അത് പറഞ്ഞും ചെയ്തല്ലോ. മുനമ്പം വഖഫ് ഭൂമി അല്ല. എന്തടിസ്ഥാനത്തിൽ 2 കേസുകൾ അനുകൂല വിധി, അച്യുതാനന്ദന്റെ കാലത്ത് വെച്ച നിസാർ കമ്മീഷൻ റിപ്പോർട്ട് അനുകൂല വിധി, ഇതൊക്കെ നിലനിൽക്കെ ഇവിടെ കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന VD സതീശൻ വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞതിലൂടെ ഇതിലേക്കാൾ വേറെന്താ വേണ്ടത്? അപ്പോൾ ഇന്ന് അയാൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണി ഇതാണ് എന്ന് അയാളുടെ വാക്കുകളിലെ BJP ഡീലിനെ കൃത്യമായി മനസ്സിലാക്കിയ UDFന്റെ നേതൃത്വം, അതിൽ അനിൽകുമാറുണ്ട്, അതേപോലെ തന്നെ മറ്റു നേതാക്കന്മാരുണ്ട്. ഈ പറയുന്ന മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി അത് തുറന്നു പറഞ്ഞു. ഇനിയും പല നേതാക്കന്മാരും VD സതീശന്റെ ലക്ഷ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അവരൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ഒരു പോസിറ്റീവ് കാര്യം കൂടി ഈ ഇലക്ഷനിലൂടെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിമർശിച്ച ആളുകളോട് പറയാനുള്ളത് ഇതൊക്കെ UDFന്റെ നേതാക്കന്മാർക്ക് കൃത്യമായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ കമൻ്റ് ഇടുന്ന സൈബർ പോരാളികളോട് നമുക്കൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് വേണ്ടത് ആശയങ്ങളും കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമാണ്. അത് വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ UDFന്റെ നേതാക്കന്മാർക്ക് VD സതീശന്റെ BJP ഡീലുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ, പ്രസ്താവനകൾ, തള്ളിക്കളയലുകൾ, മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കൽ, ഇത്തരം നടപടിക്രമങ്ങളെ കൃത്യവും വ്യക്തവുമായി ഉള്ളുകള്ളികൾ മനസ്സിലാക്കിയിരിക്കുന്നു. നിർത്തുന്നു. നന്ദി.